ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ പ്രവർത്തകർക്ക് മുന്നിൽ വിശദീകരണവുമായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. വി കുഞ്ഞികൃഷ്ണന്റേത് പൊട്ടക്കണക്കെന്നും എതിരാളികൾക്ക് കടന്നാക്രമിക്കാൻ അവസരമുണ്ടാക്കിയെന്നും വിമർശനം. 6 വർഷം മുൻപ് നടന്ന സംഭവം തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും കൊണ്ടുവന്നു. ഉന്നയിച്ച വിഷയങ്ങൾ തീർപ്പ് കൽപ്പിച്ചതാണെന്നും KK രാഗേഷ് പറഞ്ഞു. പയ്യന്നൂരിൽ TI മധുസൂദനൻ MLA നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയിലാണ് വിശദീകരണം. 2022 ഒരു വിഷയം പാർട്ടിയാകെ ചർച്ച ചെയ്ത് പാർട്ടിയുടെ ബോധ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനത്തിലെത്തി, ഒരു തീർപ്പിലെത്തിയ വിഷയം. ആ വിഷയം സംബന്ധിച്ച് ഈ കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുമ്പാകെ വെച്ചുള്ള കണക്ക് പാർട്ടിക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കണക്കായിരുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നത് പൊട്ടക്കണക്ക് എഴുതി വെച്ചിരുന്നു. അപ്പൊ അദ്ദേഹം എഴുതിയ പുസ്തകം മാധ്യമപ്രവർത്തകർക്ക് പരിശോധിക്കുന്നു. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത് മുഴക്കുന്ന, നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ KK രാഗേഷ് എത്തിയെങ്കിലും ഇപ്പോൾ ഒരു പൊതുവേദിയിൽ വി കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയത്തിന് മറുപടി പറയുകയാണോ പാർട്ടി ജില്ലാ സെക്രട്ടറി? അരുൺ, ഗുഡ് മോർണിംഗ്. ആദ്യമായാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പൊതുവേദിയിൽ പ്രവർത്തകർക്ക് മുന്നിലേക്ക് നേരിട്ട് പാർട്ടി നേതൃത്വം എത്തുന്നത്. ഇന്നലെയാണ് പയ്യന്നൂരിലൂടെയുള്ള TI മധുസൂദൻ MLA യുടെ വികസന മുന്നേറ്റ ജാഥ ആരംഭിച്ചത്. ഈ ജാഥയ്ക്കിടയിലാണ് KK രാഗേഷ് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നടത്തുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ്. പക്ഷേ അതിരൂക്ഷമായി തന്നെ വി കുഞ്ഞികൃഷ്ണനെ അദ്ദേഹം വിമർശിക്കുന്നു. കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വെച്ചത് ഒരു പൊട്ടക്കണക്കാണ് എന്നുള്ള ആക്ഷേപമാണ് KK രാഗേഷ് ആവർത്തിച്ചു പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അരുൺകുമാർ, ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് KK രാഗേഷ് ചോദിക്കുന്നത്. 6 വർഷം മുൻപ് പാർട്ടിയിൽ ഈ വിവരങ്ങളൊക്കെ ഉന്നയിച്ചതാണ്, അതവിടെ തീർപ്പ് കൽപ്പിച്ചതാണ്. പക്ഷേ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വി കുഞ്ഞികൃഷ്ണൻ ഇക്കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിന്റെ പിന്നിലുള്ള കാരണം എന്ത് എന്നുള്ള ചോദ്യം അത് KK രാഗേഷ് ആവർത്തിച്ച് ചോദിക്കുകയാണ്. മറ്റൊരാക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് ഇതിലെ ഒരു വിലാസവുമായി ബന്ധപ്പെട്ടാണ് അരുൺ. നേരത്തെ തന്നെ ഈ PDF ഫയലിൽ KC ഉമേഷ് ബാബുവിന്റെ വിലാസം വന്നതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൂടി പാർട്ടി സെക്രട്ടറി വീണ്ടും പറയുകയാണ്. അദ്ദേഹം KC ഉമേഷ് ബാബുവിന്റെ വീട്ടിൽ വെച്ചാണ് വി കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം തയ്യാറാക്കിയത് എന്നുള്ള ഒരു ആരോപണം കൂടി ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ കണക്കുകൾ അത് ജനങ്ങൾക്കിടയിലേക്ക് വയ്ക്കും എന്നുള്ള കാര്യം KK രാഗേഷ് പറയുന്നുണ്ട്. നേരത്തെ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം വിശദീകരിച്ചത് കുടുംബ സംഗമങ്ങൾ, പാർട്ടി അനുഭാവി യോഗങ്ങളൊക്കെ വിളിച്ചു ചേർത്ത് അതിൽ ഈ ആക്ഷേപങ്ങൾക്കുള്ള മറുപടി നൽകും, വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കും എന്നുള്ളതാണ്. ഇന്നലെ ഈ പ്രസംഗത്തിനിടയിലും KK രാഗേഷ് അത് പറയുന്നു. അതായത് തൊട്ടടുത്ത ദിവസങ്ങളിൽ പാർട്ടി കുടുംബയോഗങ്ങൾ വിളിക്കും, ഈ കണക്കുകൾ അവതരിപ്പിക്കുന്നതിൽ തങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് KK രാഗേഷിന്റെ മറുപടി. ഈ വരും ദിവസങ്ങളിലൊക്കെയായി പയ്യന്നൂരിന്റെ വിവിധ മേഖലകളിലൂടെ ഈ ജാഥ കടന്നു പോകുന്നുണ്ട് അരുൺ. ഇന്ന് വെള്ളൂരിലാണ്, അതായത് വി കുഞ്ഞികൃഷ്ണന്റെ നാട്ടിലാണ് ഈ ജാഥ കടന്നു പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളതും പ്രധാനമാണ്. ഈ വികസന മുന്നേറ്റ ജാഥയിലേക്ക് ആരൊക്കെ കടന്നു വരും, ആരൊക്കെ കടന്നു വരില്ല എന്നുള്ളതും, ഇവിടെ എന്താണ് KK രാഗേഷ് സംസാരിക്കുക, TI മധുസൂദനൻ എന്താണ് സംസാരിക്കുക എന്നുള്ളതും ശ്രദ്ധേയമായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് തത്സമയം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാം. പയ്യന്നൂരിലേക്ക് ജാഥ കടന്നു വരുമ്പോൾ അതും വി കുഞ്ഞികൃഷ്ണന് വലിയ സ്വാധീനമുള്ള മേഖലയിലേക്ക് ജാഥ കടന്നു വരുമ്പോൾ എങ്ങനെയായിരിക്കും ആ ജാഥയിലെ പങ്കാളിത്തം എന്നതുകൂടി ശ്രദ്ധേയമാണ്.